നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു യഹൂദ പ്രബോധകൻ എങ്ങനെയാണ് ഇന്ന് ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ആഗോള ഉത്സവത്തിന് കാരണമായത്? നമുക്ക് ഈ കഥയുടെ ഓരോ ഇതളുകളായി ഒന്ന് വിടർത്തി നോക്കാം. ദേ, ഈ കണക്ക് നോക്കൂ. ഇന്ന് അമേരിക്കയിലെ ഏതാണ്ട് 90% ആളുകളും, അതായത് 10-9 പേരും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ ആഘോഷം എന്ന ചോദ്യത്തിന് ഓരോരുത്തർക്കും ഓരോ ഉത്തരമാണ്. ആ ഉത്തരം തന്നെ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്യൂർ റിസർച്ചിന്റെ ഈ ഡേറ്റ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ക്രിസ്മസ് ഒരു മതപരമായ ആഘോഷം മാത്രമായി കാണുന്നവരുടെ എണ്ണത്തിൽ ഒരു ദശാബ്ദം കൊണ്ട് കാര്യമായ കുറവ് വന്നിരിക്കുന്നു. അതായത് ആഘോഷം തുടരുന്നു, പക്ഷെ അതിന്റെ അർത്ഥം മാറുന്നു. അപ്പൊ ഇവിടെ ഒരു വൈരുദ്ധ്യം കണ്ടില്ലേ? ഏതാണ്ട് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദിവസം, പക്ഷേ അതിന്റെ മതപരമായ വേരുകളിൽ നിന്ന് അത് പതിയെ അകന്നു മാറുന്നു. അപ്പോൾ നമ്മുടെ പ്രധാന ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഒരു ചെറിയ മതവിഭാഗത്തിന്റെ ആചാരം ലോകമേറ്റെടുത്ത് ഒരു വലിയ സാംസ്കാരിക ആഘോഷമായി മാറിയത്? നമുക്കീ ആഘോഷത്തിന്റെ ഓരോ പാളികളായി അടർത്തി നോക്കാം. അതിന്റെ ഏറ്റവും പ്രശസ്തമായ ആ തീയതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡിസംബർ 25. എന്തുകൊണ്ടാണ് ഡിസംബർ 25? ഇതിന് പ്രധാനമായി 2 സിദ്ധാന്തങ്ങളുണ്ട്. ഒന്ന്, അന്ന് നിലവിലുണ്ടായിരുന്ന റോമൻ ശൈത്യകാല ഉത്സവങ്ങളായ സാറ്റർനേലിയ പോലെയുള്ളവയെ ക്രിസ്ത്യാനികൾ തന്ത്രപരമായി ഏറ്റെടുത്തു എന്നതാണ്. മറ്റൊന്ന് കുറച്ചുകൂടി സങ്കീർണമാണ്. യേശുവിന്റെ മരണദിവസമായ മാർച്ച് 25-നാണ് അദ്ദേഹം ഗർഭം ധരിക്കപ്പെട്ടതെന്നും അവിടെ നിന്ന് 9 മാസം കൂട്ടുമ്പോൾ ഡിസംബർ 25 കിട്ടുമെന്നുമുള്ള ഒരു പഴയ കണക്കുകൂട്ടലാണ് ഇതിനു പിന്നിലെന്ന് ചിലർ വാദിക്കുന്നു. ഈ സംവാദം ഇന്നും വളരെ ചൂടേറിയതാണ്. ദേ, ഈ ഉദ്ധരണി നോക്കൂ. ക്രിസ്മസ് പൂർണ്ണമായും വിജാതീയമായ ആചാരങ്ങളിൽ നിന്ന് കടമെടുത്തതാണെന്നും അതിന് ബൈബിളുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. സത്യം പറഞ്ഞാല് നമ്മുടെ ക്രിസ്മസ് ആചാരങ്ങൾ പലതിന്റെയും ഒരു മിശ്രിതമാണ്. നോർസ് ഉത്സവമായ യൂൾ, ശൈത്യകാലത്തും പച്ചപ്പുള്ള മരങ്ങൾ ഉപയോഗിക്കുന്ന പഴയ രീതികൾ, പിന്നെ കാലക്രമേണ വന്ന ക്രിസ്ത്യൻ പാരമ്പര്യങ്ങൾ. എന്തിന്, നമ്മുടെ സാന്റാക്ലോസ് പോലും 4-ാം നൂറ്റാണ്ടിലെ സെന്റ് നിക്കളോസിൽ തുടങ്ങി ഡച്ച് കഥകളിലൂടെ വളർന്ന് അമേരിക്കൻ കാർട്ടൂണുകളിലൂടെ നമ്മൾ ഇന്നറിയുന്ന രൂപത്തിലെത്തി. ഒരു വലിയ പരിണാമം തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആഘോഷങ്ങളുടെ എല്ലാം സങ്കീർണമായ ചരിത്രത്തിൽ നിന്ന് നമുക്കതിന്റെ കേന്ദ്രത്തിലേക്ക് വരാം, ആ വ്യക്തിയിലേക്ക്. ഇതൊരു അടിസ്ഥാനപരമായ ചോദ്യമാണല്ലേ. യേശു ശരിക്കും ജീവിച്ചിരുന്നോ? ഒരു പുരാതന വ്യക്തിയുടെ നിലനിൽപ്പ് ഉറപ്പിക്കാൻ ചരിത്രകാരന്മാർ ചില പ്രത്യേക മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അദ്ദേഹം ജീവിച്ചിരുന്നില്ലെന്ന് ചിലരൊക്കെ വാദിക്കാറുണ്ടെങ്കിലും മിക്ക ചരിത്രകാരന്മാരും യേശു ഒരു യഥാർത്ഥ വ്യക്തിയായിരുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം തെളിവുകൾ ബൈബിളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഏറ്റവും പ്രധാനം, അദ്ദേഹത്തെ എതിർത്തിരുന്നവരുടെ രചനകളിൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് എന്നതാണ്. ക്രിസ്ത്യൻ അല്ലാത്ത തെളിവുകളിൽ ഏറ്റവും പ്രശസ്തമായത് റോമൻ ചരിത്രകാരനായ ടാസിറ്റസിന്റേതാണ്. അദ്ദേഹത്തിന് ക്രിസ്ത്യാനികളോട് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവരുടെ നേതാവായ ക്രിസ്തൂസ് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് വധിക്കപ്പെട്ടു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഇതൊരു വളരെ ശക്തമായ തെളിവാണ്. അതുപോലെ തന്നെ യഹൂദ ചരിത്രകാരനായ ജോസിഫസ് യാക്കോബിനെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ട യേശുവിന്റെ സഹോദരൻ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പിൽക്കാലത്ത് ആരെങ്കിലും എഴുതിച്ചേർത്തതല്ല ഈ ഭാഗമെന്ന് മിക്ക പണ്ഡിതരും സമ്മതിക്കുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരു ചരിത്രപുരുഷനാണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച്, ലോകത്തെ മാറ്റിമറിച്ച ആ പൈതൃകത്തെക്കുറിച്ചൊന്നു നോക്കാം. ശത്രുക്കളെ സ്നേഹിക്കുക, മറ്റേ കവിളും കാണിച്ചുകൊടുക്കുക തുടങ്ങിയ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ. അക്കാലത്ത് അത് തികച്ചും വിപ്ലവകരമായിരുന്നു. ഈ ചിന്തകൾ ചരിത്രത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. ശരിക്കും ഗിരിപ്രഭാഷണത്തിലെ ആ ഉയർന്ന ധാർമ്മിക നിയമങ്ങളിൽ നിന്ന് ഒരു നേർരേഖ വരച്ചാൽ അത് രാജാക്കന്മാർ പോലും നിയമത്തിന് മുകളിലല്ല എന്ന് സ്ഥാപിച്ച മാഗ്ന കാർട്ടയിലും പിന്നീട് ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ അടിത്തറയിലും വരെയെത്തും. ലോകമെമ്പാടും വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതില്, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ പൈതൃകത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. പലപ്പോഴും വിദ്യാഭ്യാസത്തോടൊപ്പം പാശ്ചാത്യ സംസ്കാരവും അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്നൊരു വിമർശനവും നിലനിൽക്കുന്നുണ്ട്. യേശുവിന്റെ സ്വാധീനം ക്രിസ്തുമതത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഉദാഹരണത്തിന്, പല ഹിന്ദു ചിന്തകരും യേശുവിനെ ഒരു ചരിത്രപുരുഷൻ എന്നതിലുപരി സാർവത്രികമായ സന്ദേശമുള്ള ഒരു ദൈവിക അവതാരമായിട്ടാണ് കാണുന്നത്. ഈ ജെസ്യൂട്ട് പണ്ഡിതന്റെ കാഴ്ചപ്പാട് വളരെ മനോഹരമാണ്.
യേശുവിന്റെ ആശയങ്ങളും മറ്റ് മതങ്ങളുടെ ദർശനങ്ങളും തമ്മിലുള്ള സംവാദം പലപ്പോഴും പുറത്തല്ല നടക്കുന്നത്, മറിച്ച് നമ്മുടെ ഉള്ളിലാണ്. അത് ആത്മീയമായ ആഴങ്ങൾ തേടിയുള്ള ഒരു ആന്തരിക യാത്രയാണ്. ഇതെല്ലാം നമ്മളെ ഇന്നത്തെ ലോകത്തേക്ക് തിരികെ കൊണ്ടുവരുന്നു. ഇവിടെ യേശുവിനെയും ക്രിസ്മസിനെയും കുറിച്ചുള്ള ചർച്ചകൾ എന്നത്തേക്കാളും സജീവമാണ്, ചിലപ്പോൾ കുറച്ച് സങ്കീർണവുമാണ്. ഇന്റർനെറ്റിലൊക്കെ പോയാൽ ഇതുപോലുള്ള ഒരുപാട് വാദങ്ങൾ കാണാം. യേശുവിനെ കൃഷ്ണനുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലുള്ള ചർച്ചകൾ. ചരിത്രത്തിനപ്പുറം സമാനതകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണിത്. പക്ഷേ അതേസമയം തന്നെ യേശുവിന്റെ അതുല്യമായ സ്ഥാനത്തെയും രക്ഷാകരമായ പങ്കിനെയും കുറിച്ചുള്ള തീവ്രമായ വിശ്വാസപ്രഖ്യാപനങ്ങളും ഇന്നും വളരെ ശക്തമായി നിലനിൽക്കുന്നു. എന്നാൽ കോടിക്കണക്കിന് ആളുകൾക്ക് ഇതൊരു ചരിത്ര സംവാദമോ സാംസ്കാരിക വിശകലനമോ അല്ല, മറിച്ച് അവരുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ച വളരെ ആഴത്തിലുള്ള ഒരു വ്യക്തിപരമായ അനുഭവമാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയ ഇടത്ത് തന്നെ തിരിച്ചെത്തുകയാണ്. ഒരു മതപരമായ ആഘോഷം എല്ലാവരുടെയും സാംസ്കാരിക ഉത്സവമായി മാറുമ്പോൾ അതിന്റെ കേന്ദ്രത്തിലുള്ള ആ ചരിത്രപുരുഷന്റെ യഥാർത്ഥ വ്യക്തിത്വം കൂടുതൽ തെളിഞ്ഞുവരുമോ അതോ മാഞ്ഞുപോകുമോ? ഇതിന്നും പ്രസക്തമായി തുടരുന്ന ഒരു ചോദ്യമാണല്ലേ?